നമസ്കാരം. കേരളത്തിന്റെ സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇന്നിപ്പോ സംസ്ഥാനത്തുടനീളമുള്ള പോളിടെക്നിക് ക്യാമ്പസുകളിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ ഈ കാവിലെ പാട്ട് മത്സരം എന്ന് പറയാം. കാവിലെ പാട്ട് മത്സരത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരമദയനീയമാണ്. അതായത് കേരളത്തിൽ UDSF എന്നൊരു മുന്നണി ഉണ്ടോ, അല്ലെങ്കിൽ ABVP പോലുള്ള ഏതെങ്കിലും സംഘടനകൾ ഉണ്ടോ എന്നുള്ള സംശയം ഉണ്ടാവുകയാണ്. പോളിടെക്നിക്കുകളിൽ ആകമാനം SFI തരംഗം അലയടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ വരികയാണ്. കഴിഞ്ഞ വർഷം ഈ തെരഞ്ഞെടുപ്പ് നടന്ന സന്ദർഭങ്ങളിൽ ഏതാനും ചില ഇടങ്ങളിൽ UDSFകാർ വിജയിച്ചപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്കതൊരു ആഘോഷപൂരമായിരുന്നു. പക്ഷെ ഇന്നിപ്പോ മാധ്യമങ്ങളും ആ സൈഡിലോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. എന്തോ ഒരു ദുരന്തം നടന്നതുപോലെയാണ് UDSF ക്യാമ്പുകളിലേക്ക് അവർ നോക്കിയിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങൾക്കിത് റിപ്പോർട്ട് ചെയ്യാൻ സൗകര്യമില്ല എന്ന തരത്തിൽ അവരും ഈ വിഷയത്തെ മൂടിവെക്കുകയാണ് എന്ന് കരുതിക്കൊണ്ട് യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചില വിജയങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം UDSF പിടിച്ചെടുത്ത അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ആ വിജയങ്ങൾ ആഘോഷിച്ചുകൊണ്ട് SFIക്ക് ഇതാ തിരിച്ചടിയായി SFI തകർന്നു തുടങ്ങി എന്ന് പറഞ്ഞെടുത്ത് ഇത്തവണ ആ പിടിച്ചെടുത്ത ക്യാമ്പസുകൾ മുഴുവൻ തിരിച്ചു പിടിക്കുമ്പോൾ അത് വാർത്തയല്ലാതായി മാറുകയും, എന്നാൽ UDSF ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ, അതിൽ KSU ഉണ്ട്, ABVP ഉണ്ട്, അതിൽ MSF ഉണ്ട്, ഫ്രട്ടേണിറ്റി ഉണ്ട് തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളിലെ ക്യാമ്പസുകളിൽ ഒരു വിദ്യാർത്ഥികൾക്ക് പോലും ഇന്ന് വിശ്വാസമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ വർഷം UDSF പിടിച്ചെടുത്ത വലിയ ആഘോഷത്തോടെ കൊണ്ടാടിയ പെരിന്തൽമണ്ണ പോളിടെക്നിക്കിൽ ഇത്തവണ വിജയിച്ചതിന്റെ ഒരു വിജയാഹ്ലാദ പ്രകടനത്തിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന് കണ്ടേ. ചെങ്കോട്ട എന്ന് പിള്ളേർ അവിടെ ആ പഴയ ബോർഡ് കൊണ്ട് വെച്ചിരിക്കുകയാണ്. അത് വെറുതെ വെച്ചതല്ല. സകല സീറ്റുകളും തിരിച്ചു പിടിച്ചുകൊണ്ട് അത് അക്ഷരാർത്ഥത്തിൽ ഒരു ചെങ്കോട്ടയാക്കിക്കൊണ്ട് UDSFനെ എല്ലാം അവിടെ നിന്ന് തൂത്ത് വെളിയിലിറങ്ങ് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ട് ക്യാമ്പസിൽ ജനാധിപത്യം പുലർത്തിയിരിക്കുകയാണ്. പല സന്ദർഭങ്ങളിൽ ക്യാമ്പസുകൾക്കകത്ത് ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, മത്സരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള മാധ്യമങ്ങളിലൂടെയുള്ള കിംവദന്തികൾ പ്രചരിപ്പിച്ചതിന് ശേഷം നേരിട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ പോയി ഒരു മത്സരത്തെ നേരിടുമ്പോൾ എന്താണ് ഇവർക്ക്, അതായത് UDSF, KSU, ABVP, MSF തുടങ്ങിയ സംഘടനകൾക്ക് ഇന്ന് വിദ്യാർത്ഥി മനസ്സുകളിൽ ഇടമുള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ, ലീഗ് ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് കോളേജുകൾ വിട്ടുകഴിഞ്ഞാൽ കേരളത്തിലെ സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നതോ അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം അനുവദിച്ചിരിക്കുന്ന സുപ്രധാന ക്യാമ്പസുകളിലെല്ലാം SFIയെ വിദ്യാർത്ഥികൾ നെഞ്ചേറ്റി കഴിഞ്ഞു. അതിന് ബദലായിട്ട് ഒരു പേരില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോ അതിന്റെ ഫൈനൽ റിസൾട്ട് വന്നിട്ടില്ലെങ്കിലും വിജയിച്ച അല്ലെങ്കിൽ പിടിച്ചെടുത്ത പ്രമുഖ കോളേജുകളുടെ ലിസ്റ്റുകൾ അവർ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതിൽ പ്രമുഖമായിട്ടുള്ളത് കളമശ്ശേരി വനിതാ പോളിടെക്നിക് ആണ്. കഴിഞ്ഞ തവണ VD സതീശൻ ഉൾപ്പെടെ പോസ്റ്റ് ഇട്ടിരുന്ന വനിതാ പോളിടെക്നിക് ഇത്തവണ SFI തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വാർത്തയില്ല. പിന്നീട് നേരത്തെ നിങ്ങൾക്ക് ദൃശ്യം കാണിച്ചു തന്ന പെരിന്തൽമണ്ണ പോളി, അത് SFI UDSFനെ അക്ഷരാർത്ഥത്തിൽ തുടച്ചു നീക്കിക്കൊണ്ടാണ് വിജയിച്ചു കയറിയത്. നിങ്ങൾക്കതിന്റെ ദൃശ്യങ്ങൾ കാണിച്ചു തന്നത്. പിന്നീട് ഷൊർണൂർ IPT പോളി, അതും UDSFിൽ നിന്നാണ് പിടിച്ചെടുത്തത്. 2 വർഷത്തിന് ശേഷം തൃശൂർ മഹാരാജാസ് പോളിടെക്നിക് KSUനെ അവിടെ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചാണ് പിള്ളേർ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. അതുപോലെ നാട്ടകം പോളിയിൽ കഴിഞ്ഞ തവണ ജനറൽ സീറ്റ് നഷ്ടപ്പെട്ടിരുന്നു. അതടക്കം സകലമാന സീറ്റുകളും ഇത്തവണ SFI തിരിച്ചു പിടിച്ചു എന്ന് പറയുമ്പോൾ ആ വിജയമൊക്കെ അഭിമാനകരമാണ്. ഇതിനോടൊപ്പം തന്നെ കോഴിക്കോട് വെസ്റ്റ് ഹിൽ പോളി, അതിലെ യൂണിയൻ സകല സീറ്റുകളും ഉൾപ്പെടെ തിരിച്ചു പിടിക്കുമ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ പകരം വയ്ക്കാനില്ലാത്ത ഒരൊറ്റ പേരായി SFI മാറുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതായത് മാധ്യമങ്ങൾ ജനാധിപത്യം പുലരാൻ വേണ്ടി മറ്റിതര സംഘടനകൾ അവിടെ പ്രവർത്തിക്കുന്നില്ല, അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ വലിയ പ്രചരണങ്ങൾ നടത്തി പലയിടങ്ങളിലും ഇവർ തന്നെ അക്രമം അഴിച്ചുവിട്ട് ഇരവാദമുണ്ടാക്കിയതിനു ശേഷവും മത്സരരംഗത്തേക്ക് കടക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഈ പറയുന്ന കുറുമുന്നണികളെ ഒന്നും ഇന്നത്തെ പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പങ്ങൾ
ക്യാമ്പസിനകത്തേക്ക് അടുപ്പിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ്. അവിടെ പൊട്ടിനും പൊടിക്കും വേണ്ടി ഏതോ 1-2 കിട്ടിയിട്ടുണ്ട് എന്നതിനപ്പുറം പോളിടെക്നിക്കിലെ തെരഞ്ഞെടുപ്പ് കൂടി പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ കലാലയങ്ങൾ, അത് സ്കൂളുകളായിക്കോട്ടെ, സർവകലാശാലകളായിക്കോട്ടെ, പോളിടെക്നിക്കുകളായിക്കോട്ടെ, സംസ്കൃത സർവകലാശാലകളായിക്കോട്ടെ, അവിടങ്ങളിലെല്ലാം ചുവന്ന വസന്തമാണ്, ചുവപ്പൻ കാറ്റാണ്. പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പങ്ങൾ ചുവപ്പൻ കാറ്റിനോട് വല്ലാത്ത അഭിനിവേശമുണ്ടെന്ന് ക്യാമ്പസുകൾ തുറന്നു കാട്ടുന്ന സാഹചര്യമാണ് കേരളത്തിൽ നിന്ന് ഉയരുന്നത്. കേരളത്തിന്റെ വരും കാലഘട്ടത്തിൽ ഇതൊരു ചുവന്ന കോട്ടയായി മാറുമെന്നതിന്റെ നേർസാക്ഷ്യമാണ് ആ കാഴ്ചകളെന്ന് പറയാതിരിക്കാൻ തരമില്ല.